നമ്മൾ പഠിക്കാൻ പോകുന്ന ഈ ഒരു ചാപ്റ്ററിൽ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എക്സാമിന് കൂടുതൽ ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉള്ളൊരു ടോപ്പിക്കാണ്. ദാറ്റ് ഈസ് അബൌട്ട് സ്റ്റാൻഡിങ് വേവ്സ്. അപ്പോൾ നമ്മളിനി പഠിക്കുന്നത് സ്റ്റാൻഡിങ് വേവ്സിനെ കുറിച്ചിട്ടാണ് കേട്ടോ. സോ അതിൻ്റെ ഒരു ഗ്രാഫിക്കൽ അനാലിസിസ് ഒക്കെ ചെയ്യുന്നതിന് മുൻപ് എന്താണ് ഒരു സ്റ്റാൻഡിങ് വേവ് എന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? നമുക്കതൊന്ന് നോക്കിയാലോ. സ്റ്റാൻഡിങ് വേവ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ ഇതാണ്. എന്താണ്? വെൻ ടു വേവ്സ് ഓഫ് സെയിം ആംപ്ലിറ്റ്യൂഡ് ആൻഡ് ഫ്രീക്വൻസി ട്രാവലിംഗ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ സൂപ്പർ ഇമ്പോസ്. അപ്പോൾ ആരാണ് സൂപ്പർ ഇമ്പോസ് ചെയ്യുന്നത്? അവിടെ രണ്ട് വേവ്സ് ഉണ്ട്. ഈ രണ്ട് വേവ്സിന്റെ പ്രത്യേകത എന്താ? സൂപ്പർ ഇമ്പോസ് ചെയ്യുന്ന ആ രണ്ട് വേവുകളുടെ തരംഗങ്ങളുടെ പ്രത്യേകത എന്തൊക്കെയാന്ന് നോക്കിക്കേ. അവിടെ ആംപ്ലിറ്റ്യൂഡും അല്ലേ, നമ്മുടെ ആംപ്ലിറ്റ്യൂഡും അതുപോലെ ഫ്രീക്വൻസിയും ഇത് രണ്ടും എന്താണ്? ഈക്വൽ ആണ് അല്ലേ. സോ രണ്ട് വേവ്സ് ദേ ഹാവ് സെയിം ആംപ്ലിറ്റ്യൂഡ് ആൻഡ് ഫ്രീക്വൻസി. അവർ ട്രാവൽ ചെയ്യുന്നത് എങ്ങനെയാണ്? ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. ട്രാവലിംഗ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ അവർ സൂപ്പർ ഇമ്പോസ് ചെയ്യുന്നു. സൂപ്പർ ഇമ്പോസ് ചെയ്യുമ്പോൾ നമുക്കറിയാലോ ആ റിസൾട്ടിങ് വേവ് പാറ്റേൺ എന്ന് പറയുന്നത് ഇറ്റ് ഡസ് നോട്ട് മൂവ് ടു ഐദർ സൈഡ്സ്. അതെന്ത് ചെയ്യുന്നില്ല? ഈ രണ്ട് സൈഡിലേക്കും ആ അവിടെ ഉണ്ടാകുന്ന ആ റിസൾട്ടിങ് വേവ് പാറ്റേൺ എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നില്ല? മൂവ് ചെയ്യുന്നില്ല. ഇറ്റ് ഡസ് നോട്ട് മൂവ് ടു ഐദർ സൈഡ്സ്. അപ്പം ആർക്കും സങ്കടമില്ല, രണ്ട് സൈഡിലേക്ക് അവർ എന്ത് ചെയ്യുന്നില്ല? മൂവ് ചെയ്യുന്നില്ല. അപ്പം അതുകൊണ്ട് ആ പാറ്റേൺ നമ്മൾ എന്ത് പേരാ വിളിക്കുക? വി കോൾ ഇറ്റ് ആസ് എ സ്റ്റാൻഡിങ് വേവ്. അവിടെ ആ ഒരു വേവിന് സ്റ്റാൻഡിങ് പൊസിഷനാണ് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഒന്നും കൂടി നമുക്ക് നോക്കാം. സ്റ്റാൻഡിങ് വേവ് എന്ന് പറയുമ്പോൾ there are two waves, they have same amplitude and frequency. ഇവര് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുമായിരുന്നു അല്ലേ. പെട്ടെന്ന് സൂപ്പർ ഇമ്പോസ് ചെയ്തു. സൂപ്പർ ഇമ്പോസ് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാവുന്ന റിസൾട്ടിങ് വേവ് പാറ്റേൺ എന്ന് പറയുന്നത് ഇറ്റ് ഡസ് നോട്ട് മൂവ് ടു ഐദർ സൈഡ്സ്. സോ വി കോൾ ദാറ്റ് വേവ് പാറ്റേൺ ആസ് എ സ്റ്റാൻഡിങ് വേവ്. മനസ്സിലായല്ലോ എല്ലാവർക്കും? യെസ്. അപ്പം നമുക്ക് ഇനി ഒന്ന് ഗ്രാഫ് കണ്ടാലോ. ഇനി നിങ്ങൾക്ക് മനസ്സിലാവും അല്ലേ. ഇവിടെ രണ്ട് വേവ്സ് കാണാം. എക്സ് എന്ന് പറയുന്നത് x1 എന്ന് പറയുന്നത് നമുക്ക് ഒരു ഗ്രാഫ് എടുക്കാം. ഇത് x1 ആണ് കേട്ടോ. x1 അവിടെ x ഇസ് ദ ഡിസ്പ്ലേസ്മെന്റ്, t ഇസ് ദ ടൈം t ആണ് കേട്ടോ. അപ്പോൾ ഇറ്റ് ഈസ് ഇൻസിഡന്റ് വേവ് ഇൻ എ പോസിറ്റീവ് ഡയറക്ഷൻ. അപ്പോൾ അതാണ് നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു ഡോട്ടഡ് ലൈൻസ് കൊണ്ട് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു ഡോട്ടഡ് ലൈന് ഞാനിപ്പോൾ ഇത് ഗ്രീൻ ലൈൻ വെച്ച് കാണിക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു വേവാണ് നമ്മുടെ ഒരു വേവ്. ഇനി രണ്ടാമത്തെ വേവ് ഏതാ നോക്കിക്കേ. ദ സെക്കൻഡ് വേവ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് y2 xt ഇൻസിഡന്റ് വേവ് ഇൻ പോസിറ്റീവ് ഡയറക്ഷൻ. ഓക്കെ. അപ്പോൾ നമുക്കിവിടെ രണ്ട് വേവ്സ് കാണാൻ സാധിക്കുന്നുണ്ട് അല്ലേ. രണ്ടെണ്ണം കാണാം. മേലത്തത് പോസിറ്റീവ് ഡയറക്ഷനാണ്, പക്ഷെ രണ്ടാമത്തത് പോസിറ്റീവായിട്ട് വരുമോ? ഇല്ല. ഇറ്റ് വിൽ ബി ഇൻ എ നെഗറ്റീവ് ഡയറക്ഷൻ കേട്ടോ. അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കണേ. Here x2 എന്ന് പറഞ്ഞാൽ it is not in a positive direction. The wave is in negative direction. The wave is in negative direction. ഓർക്കണം, പോസിറ്റീവ് അല്ല കേട്ടോ. സോ ഇത് നമ്മൾ സൂപ്പർ ഇമ്പോസ് ചെയ്ത് കഴിയുമ്പോൾ അവിടെ ഉണ്ടാകുന്ന റിസൾട്ടൻ്റ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുന്നില്ല? മൂവ് ചെയ്യുന്നില്ല. ആ വേവ് പാറ്റേൺ പിന്നെ മൂവ് ചെയ്യുന്നില്ല. ഓക്കെ, അത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ? യെസ്. സോ ഇവിടെ ഫൈ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഈക്വൽ ടു പൈ റേഡിയൻ. ഓക്കെ, അതും കൂടി ഒന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ നമുക്കിതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. ഇവിടെ നിങ്ങൾ കാണുന്നത് ദ വേവ് ട്രാവലിംഗ് ഇൻ പോസിറ്റീവ് ഡയറക്ഷൻ ഓഫ് എക്സ് ആക്സിസ്. അതിൻ്റെ ഇക്വേഷൻ നമുക്ക് എങ്ങനെ എടുക്കാം? വി ക്യാൻ ടേക്ക് ഇറ്റ് ആസ്, ആ ഇക്വേഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാമല്ലോ, y1 xt എന്ന് പറഞ്ഞാൽ a sin k x മൈനസ് ഒമേഗ ടി. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത്. പോസിറ്റീവ് ഡയറക്ഷനിലുള്ള വേവ് ട്രാവൽ ചെയ്യുന്ന ആ ഒരു ആക്സിസ് എടുത്തിട്ടുണ്ട് അവിടെ. ഇനി ദ വേവ് ട്രാവലിംഗ് ഇൻ നെഗറ്റീവ് ഡയറക്ഷൻ ഓഫ് എക്സ് ആക്സിസ് ഇക്വേഷൻ എന്ത് വരും? y2 xt is equal to a sin kx മൈനസ് ഒമേഗ ടി. ഇതാണ് സെക്കൻഡ് ഇക്വേഷൻ. അപ്പോൾ പോസിറ്റീവ് ഡയറക്ഷനിൽ ഇക്വേഷനും കിട്ടി, നെഗറ്റീവ് ഡയറക്ഷനിലുള്ള ഇക്വേഷൻ നമുക്ക് കിട്ടി. രണ്ട് ഇക്വേഷൻസ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? രണ്ടാമത്തെ ഈ ഒരു ഇക്വേഷൻ്റെ പ്രത്യേകത എന്താണെന്ന് നോക്കിക്കേ. ഇത് പോസിറ്റീവ് വാല്യൂ ആണ് കേട്ടോ, അതാണ് വ്യത്യാസം. ഓക്കെ. സോ നെഗറ്റീവ് ഡയറക്ഷനിലേക്ക് എടുക്കുമ്പോൾ കെ എക്സ് മൈനസ് ഒമേഗ ടി എന്നല്ല വരിക, പ്ലസ് ഒമേഗ ടി എന്നാ വരിക. ഇനി ആസ് പെർ ദ പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ എന്താണ് നമുക്ക് കിട്ടുന്ന വേവ്? അതിൻ്റെ റിസൾട്ടൻ്റ് എങ്ങനെയായിരിക്കും? എക്സ് വൈ എക്സ് ടി എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി ദ സം ഓഫ് ദ ടു വേവ്സ് അല്ലേ.
സൂപ്പർ ഇമ്പോസ് ചെയ്യപ്പെട്ട രണ്ട് വേവുകളുടെ സമ്മായിരിക്കും റിസൾട്ടൻ്റ് ആയിട്ട് വരാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ y1xt പ്ലസ് y2xt ആയിരിക്കും yxt എന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് അറിയാലോ, സമ്മപ്പ് ചെയ്തെടുക്കണം. ഇനി സം ചെയ്യാൻ നേരത്ത് നോക്കിക്കേ, ഇവിടെ a sin kx മൈനസ് ഒമേഗ ടി പ്ലസ് a sin kx മൈനസ് ഒമേഗ ടി, ഒരെണ്ണം പ്ലസ് ടിയും ഒരെണ്ണം എന്താണ് മൈനസ് ടിയും. അപ്പം രണ്ടാമത്തേത് പ്ലസ് ടി ആണ് കേട്ടോ, രണ്ടാമത്തേത് പ്ലസ് ടി ആണ്. അപ്പോൾ ഇവിടെ a സൈൻ തീറ്റ പ്ലസ് a സൈൻ അങ്ങനെ ഒരു എന്താ പറയുന്നത് കെ എക്സ് മൈനസ് ഒമേഗ ടിയും കെ എക്സ് പ്ലസ് ഒമേഗ ടി, അങ്ങനെ ഒരു സൈനിൻ്റെ വ്യത്യാസം മാത്രമേ അവിടെ വരുന്നുള്ളൂ. ഇനി അതിന് നമ്മൾ എങ്ങനെ ചെയ്തെടുക്കണം? അവിടെ നമ്മൾ എടുക്കേണ്ട ഇക്വേഷൻ എന്താ? നമ്മൾ പോവേണ്ട മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ഇതാണ്. സൈൻ എ പ്ലസ് സൈൻ ബിയുടെ ഇക്വേഷൻ നമുക്ക് അവിടെ ഓർമ്മ വേണം, എന്നാൽ മാത്രമേ ഈ ഇക്വേഷനിലേക്ക് കമ്പൈൻ ചെയ്യാൻ പറ്റുള്ളൂ. സൈൻ എ പ്ലസ് സൈൻ ബിയുടെ ഇക്വേഷൻ എന്താ ഓർമ്മയുണ്ടോ? മാത്സ് പഠിച്ചപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ഫോർമുല അതല്ലേ, അതായത് 2 സൈൻ എ പ്ലസ് ബി ബൈ 2 കോസ് എ മൈനസ് ബി ബൈ 2. അതാണ് ഈ സൈൻ എ പ്ലസ് സൈൻ ബിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു ഫോർമാറ്റിലേക്ക് ആക്കണം. എ സൈൻ കെ എക്സ് മൈനസ് ഒമേഗ ടി പ്ലസ് എ സൈൻ കെ എക്സ് പ്ലസ് ഒമേഗ ടിയെ നമ്മൾ ഈ ഒരു ഇക്വേഷനിലേക്ക് കമ്പൈൻ ചെയ്യണം. കമ്പൈൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്ന ആ ഒരു കമ്പൈൻഡ് വേവിൻ്റെ ഇക്വേഷൻ എന്തായിരിക്കും? yxt എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഈക്വൽ ടു 2a sin kx cos omega t. ഇതാണ് നമുക്ക് കിട്ടുന്ന ഫൈനൽ ഇക്വേഷൻ. ഒന്നുകൂടി പറയാം, yxt is equal to 2a sin kx cos omega t. മനസ്സിലായോ? അങ്ങനെ വരുമ്പോൾ ഇവിടെ കിട്ടിയ ഈ ഒരു വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡ് നമുക്ക് എന്താ കിട്ടിയേക്കുന്നത്? ആംപ്ലിറ്റ്യൂഡിൻ്റെ വാല്യൂ എന്താണ്? ആംപ്ലിറ്റ്യൂഡിൻ്റെ വാല്യൂ 2a sin കെ എക്സ് എന്നുള്ളതാണ്. ഇതാണ് നമ്മുടെ ആംപ്ലിറ്റ്യൂഡിൻ്റെ വാല്യൂ അല്ലേ? സോ അവിടെ ആംപ്ലിറ്റ്യൂഡിൻ്റെ വാല്യൂ 2a sin കെ എക്സ് ആണ്. സോ അതിൽ നിന്ന് എന്ത് മനസ്സിലായി? ഈ വേവ് മൂവിങ് അല്ല അല്ലേ, ദ വേവ് ഇസ് നോട്ട് മൂവിങ്. അതുകൊണ്ടാണ് അതിന് സ്റ്റാൻഡിങ് വേവ് എന്നുള്ളൊരു വാക്ക് വന്നിരിക്കുന്നത്. അത്രയും മനസ്സിലായല്ലോ. സോ ഇത് നിങ്ങൾ ഡിറൈവ് ചെയ്ത് പരീക്ഷയ്ക്ക് എഴുതാൻ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാൻ സാധിക്കണം കേട്ടോ. അപ്പോൾ സ്റ്റാൻഡിങ് വേവിൻ്റെ ഇക്വേഷനിലേക്ക് നമ്മൾ വന്നെത്തി അല്ലേ. എന്താണ് സ്റ്റാൻഡിങ് വേവിൻ്റെ ഇക്വേഷൻ? yxt is equal to 2a sin kx cos omega t. അവിടെ 2a sin kx എന്ന് പറഞ്ഞാൽ ആംപ്ലിറ്റ്യൂഡ് ആണ്, ആൻഡ് ഇറ്റ് ഇസ് നോട്ട് എ മൂവിങ് വേവ്. മനസ്സിലായല്ലോ? യെസ്. ഇനി നമ്മൾ കാണുന്നത് എന്താണ് നോട്ട്സും ആൻറ്റി നോട്ട്സും. ഈ ഒരു വാക്ക് നിങ്ങൾ കേട്ട് കാണും അല്ലേ, നോട്ട്സ് ആൻഡ് ആൻറ്റി നോട്ട്സ്. പക്ഷേ അതെന്താണെന്ന് നിങ്ങൾക്കറിയാമോ? നമുക്ക് പഠിച്ചെടുക്കാം. ദ പൊസിഷൻ ഓഫ് മാക്സിമം ആംപ്ലിറ്റ്യൂഡ് ഇൻ എ സ്റ്റാൻഡിങ് വേവ്. ഒരു സ്റ്റാൻഡിങ് വേവിൻ്റെ മാക്സിമം ആംപ്ലിറ്റ്യൂഡ് വരുന്ന പൊസിഷനെയാണ് നമ്മൾ ആൻറ്റി നോഡ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എന്താ നോട്ട്സ്? ദ നോട്ട്സ് റെപ്രസെൻറ്റ് ദ പൊസിഷൻ ഓഫ് മിനിമം ആംപ്ലിറ്റ്യൂഡ്. ഓക്കെ, അതിൽ 0 ആംപ്ലിറ്റ്യൂഡ് വരുന്ന പൊസിഷൻ, അതാണല്ലോ മിനിമം വാല്യൂ, അതാണ് നോഡ് എന്ന് പറയുക. ഓക്കെ, അപ്പം ആംപ്ലിറ്റ്യൂഡ് 0 വന്നാൽ അല്ലെങ്കിൽ മിനിമം വന്നാൽ ഇറ്റ് വിൽ ബി ദ പൊസിഷൻ ഓഫ് എ നോഡ്. ആൻഡ് ഇഫ് ദ ആംപ്ലിറ്റ്യൂഡ് ഹാസ് എ മാക്സിമം വാല്യൂ, ആ പൊസിഷൻ നമ്മൾ നോട്ട് ചെയ്യുന്നത് എന്ത് വെച്ചിട്ടാണ്? ആൻറ്റി നോഡ് വെച്ചിട്ടാണ്. ഈ രണ്ട് കേസുകളും ആരിൽ മാത്രമുള്ളതാ? സ്റ്റാൻഡിങ് വേവുകളുടെ കേസാണ് കേട്ടോ. സ്റ്റാൻഡിങ് വേവ്സിൻ്റെ മാക്സിമം ആൻഡ് മിനിമം ആംപ്ലിറ്റ്യൂഡിൻ്റെ വാല്യൂസിനെ കുറിച്ചിട്ടാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അത്രയും മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് നോക്കണം അല്ലേ. അപ്പോൾ ആദ്യം കാണാൻ പോകുന്ന നോട്ട്സിനെ കുറിച്ചിട്ടാണ് കേട്ടോ. ഈ നോഡ് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു ആംപ്ലിറ്റ്യൂഡ് നമ്മൾ സ്റ്റാൻഡിങ് വേവിൻ്റെ കേസ് എടുത്തപ്പോൾ 2a sin kx ആണെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ നോഡ് വരണമെങ്കിൽ അതിൻ്റെ വാല്യൂ 0 ആയിരിക്കണ്ടേ. അതായത് 2a sin kx എന്ന് പറഞ്ഞാൽ 0 വരണം, എന്നാലല്ലേ അത് നോഡായിട്ട് മാറുള്ളൂ അല്ലേ. അങ്ങനെ വരുമ്പോൾ കെ എക്സിൻ്റെ വാല്യൂ എന്തൊക്കെയായിരിക്കും? കെ എക്സ് ക്യാൻ ബി 0 ആവാം, പൈ ആവാം, 2π ആവാം, അങ്ങനെ ഏത് വാല്യൂ വേണമെങ്കിലും വരാം. മനസ്സിലായോ? So from this it is clear that kx എന്ന് പറഞ്ഞാൽ it can be n into pi. n into pi ആയിട്ട് വരാം. ഇനി ഇവിടെ നമ്മൾ ഒരു ഇക്വേഷൻ ഒന്ന് മാറ്റിയെടുക്കുന്നുണ്ട്. k എന്ന് പറയുന്നതിൻ്റെ ആ ഒരു കോൺസ്റ്റന്റ് വാല്യൂ വേവ് നമ്പർ ഇട്ട് കൊടുക്കുമ്പോൾ എന്ത് വരും? 2π/λ into x ആയിട്ട് മാറും അല്ലേ. കാരണം നമുക്കറിയാം k is equal to
2 pi by lambda ഈക്വൽ ടു n പൈ എന്ന് വരും. സോ എക്സ് എന്തായിട്ട് മാറി? ഇവിടെ കോമൺ ടേമിനെ ഞാൻ കട്ട് ചെയ്ത് കളയുക. കോമൺ ടേമിനെ കട്ട് ചെയ്ത് കളഞ്ഞ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ പൈയും കട്ടായി പോകും അല്ലേ? അപ്പോൾ 2x ഇസ് ഈക്വൽ ടു 2x ബൈ ലാംഡ ഇസ് ഈക്വൽ n എന്ന് വരും. അപ്പോൾ എക്സ് എന്ത് കിട്ടും? n ലാംഡ ബൈ 2 എന്ന് വരും. വേർ n ക്യാൻ ബി 0 ടു എനി നമ്പർ. സോ എക്സ് എന്തായിട്ട് വന്നു? n ഇൻറ്റു ലാംഡ ബൈ 2. അത്രയും മനസ്സിലായോ? അപ്പൊ ക്ലിയർ ആയില്ലേ? നോട്ട്സ് എന്ന് പറയുമ്പോൾ എങ്ങനെയാ വരുന്നതെന്ന് ഓർമ്മയുണ്ടല്ലോ. എക്സ് എന്തായിരിക്കും? n ഇൻറ്റു ലാംഡ ബൈ 2 എന്നായിരിക്കും ഇക്വേഷൻ വരുന്നത്. അവിടെ n എന്ന് പറഞ്ഞാൽ ഏത് ഇൻറ്റിജർ വേണമെങ്കിലും ആവാം. 0യോ 1ഓ 2ഓ വേറെ ഏത് പോസിറ്റീവ് ഇൻറ്റിജറും ആകാം. ഇനി നമുക്ക് കാണേണ്ട എന്തിനെ കുറിച്ചിട്ടാണ്? ആൻറ്റിനോഡ് എന്താണെന്നാണ് അല്ലേ? ആൻറ്റിനോഡ് എന്ന് പറയുമ്പോൾ അവിടെ ആംപ്ലിറ്റ്യൂഡിന്റെ മാക്സിമം വാല്യൂ ഉണ്ടാവും അല്ലേ? മാക്സിമം വേവിന്റെ ആംപ്ലിറ്റ്യൂഡാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് 2a ഇൻറ്റു സൈൻ കെ എക്സ് എന്തായിരിക്കും? മാക്സിമം വാല്യൂ നമ്മൾ 2a ആയിരിക്കും. അതിനർത്ഥം സൈൻ കെ എക്സ് എന്ന് പറഞ്ഞാൽ എന്ത് വരണം? 1 വരണം. സൈൻ കെ എക്സ് 1 വരണമെങ്കിൽ ഈ കെ എക്സ് എത്രയൊക്കെ വരാം? പൈ ബൈ 2 വരാം, 3 പൈ ബൈ 2 വരാം, 5 പൈ ബൈ 2 വരാം, അങ്ങനെ പോയിക്കൊണ്ടിരിക്കും അല്ലേ? സോ ഇതിൽ നിന്ന് നമുക്കൊരു കോമൺ വാല്യൂ എടുക്കാമല്ലോ, ഒരു കോമൺ ഇക്വേഷൻ. അതെന്തായിരിക്കും? എക്സ് ഇസ് ഈക്വൽ ടു n പ്ലസ് 1 ബൈ 2 ബൈ കെ ഇൻറ്റു പൈ. പക്ഷേ നമുക്കറിയാം കെ എന്ന് പറഞ്ഞാൽ 2 പൈ ബൈ ലാംഡയാണ്. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എക്സ് വീണ്ടും എന്തായിട്ട് മാറും? വി വിൽ ഗെറ്റ് എക്സ് ആസ് n പ്ലസ് 1 ബൈ 2 ഇൻറ്റു ഇവിടെ മാറ്റം വരുന്നത് ലാംഡ ബൈ 2 എന്നും വരും. സോ ഇതാണ് നമ്മുടെ ഫൈനൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. എക്സ് ഇസ് ഈക്വൽ ടു എന്താ വരുന്നത്? n പ്ലസ് ഹാഫ് ഇൻറ്റു പൈ ബൈ, ഇവിടെ എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്ന് നോക്കിക്കേ. പൈ ബൈ താഴെ എന്താ വരാൻ പോകുന്നത്? പൈ ബൈ കെ എന്നാണ് കേട്ടോ. പൈ ബൈ കെ മനസ്സിലായോ? പൈ ബൈ കെ. ഓക്കെ, സോ ഇത് നിങ്ങൾക്ക് വ്യക്തമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇവിടെ നമുക്ക് കെ ഇസ് ഈക്വൽ 2 പൈ ബൈ ലാംഡ എന്ന് കൊടുത്തു കഴിയുമ്പോൾ കിട്ടാൻ പോകുന്ന ഇക്വേഷനാണ് നമ്മളിവിടെ പറഞ്ഞു നിർത്തിയത് കേട്ടോ. സോ എല്ലാവർക്കും മനസ്സിലായല്ലോ? സോ എക്സ് ഇസ് ഈക്വൽ ടു n പ്ലസ് ഹാഫ് ലാംഡ ബൈ 2 എന്ന് വരുന്നു. ഇത് എങ്ങനെയാ വന്നതെന്ന് നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ലല്ലോ? കൺസെപ്റ്റ് ക്ലിയർ അല്ലേ? യെസ്. സോ നമ്മൾ എങ്ങനെയാണ് ഈ ഒരു ആൻറ്റിനോഡിൻ്റെ വാല്യൂലേക്ക് വന്നത്? സൈൻ കെ എക്സ് ഇസ് ഈക്വൽ 1 എന്ന് കൊടുത്തു. അങ്ങനെ വരുമ്പോൾ കെ എക്സിന് പൈ ബൈ 2 അല്ലെങ്കിൽ 3 പൈ ബൈ 2, 5 പൈ ബൈ 2 അങ്ങനെ വാല്യൂസ് വരാം. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു n പ്ലസ് ഹാഫ് ബൈ കെ ഇൻറ്റു പൈ എന്നാണ് വരുന്നത്. കെ നമുക്കറിയാം 2 പൈ ബൈ ലാംഡ എന്ന് കൊടുക്കാം. സോ ഫൈനലി നമുക്ക് എന്ത് കിട്ടും? എക്സ് ഇസ് ഈക്വൽ ടു n പ്ലസ് ഹാഫ് ലാംഡ ബൈ 2 എന്ന് തന്നെയാണ് വരുന്നത്. സോ അവിടെ n എന്ന് പറഞ്ഞാൽ ഇറ്റ് ക്യാൻ ബി 0, 1, 2, 3 ഏതൊരു പോസിറ്റീവ് ഇൻറ്റിജറിനെയും ഇൻക്ലൂഡ് ചെയ്യാം. സോ നോട്ട്സ് എന്താണ്? അതായത് മിനിമം ഡിസ്പ്ലേസ്മെൻറ്റ് വരുന്ന വാല്യൂ എന്താണ്? അതുപോലെ ആംപ്ലിറ്റ്യൂഡ് മാക്സിമം വരുന്നത് എപ്പോഴാണ് ആൻറ്റിനോഡ് ഫോം ചെയ്യുന്നത്? അതിൻ്റെ ഫോമുല എങ്ങനെ വരുന്നത് എല്ലാം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഐ ഹോപ്പ് യു ഗോട്ട് എ ക്ലിയർ ഐഡിയ റിഗാർഡിംഗ് സ്റ്റാൻഡിംഗ് വേവ്, റൈറ്റ്? ഇനി നമ്മൾ കാണുന്നത് എന്താ നോക്കിക്കേ. The standing waves in a stretched string and the modes of vibration of the spring. ആ സ്ട്രെച്ച്ഡ് സ്ട്രിങ്ങിൻ്റെ സ്റ്റാൻഡിങ് വേവ്സ് എങ്ങനെയാണ്, അതുപോലെ മോഡ്സ് ഓഫ് വൈബ്രേഷൻ എങ്ങനെയൊക്കെയാണെന്നാണ് കാണാൻ പോകുന്നത്. നോക്കാം. ഒരു സ്ട്രിങ് നമ്മുടെ കയ്യിലുണ്ട്. അതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് L ആണെന്ന് വിചാരിക്കുക. ആൻഡ് ഇറ്റ് ഈസ് ഫിക്സ്ഡ് അറ്റ് 2 ends. Position of one end is chosen as x is equal to 0. അതിൻ്റെ ഒരു എൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? x is equal to 0 എന്ന് പറയുന്ന പോയിന്റിലാണ്. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ എൻഡിൻ്റെ പൊസിഷൻ എവിടെയാണ്? നമ്മുടെ ലെങ്ത് L ആയതുകൊണ്ട് തന്നെ അതിൻ്റെ മറ്റേ എൻഡ് എന്തായിരിക്കും? ഓട്ടോമാറ്റിക്കായിട്ടും L എന്ന് പറയുന്ന പോയിന്റ് ആയിരിക്കും. സോ എക്സ് ഇസ് ഫിക്സ്ഡ് ബിറ്റ്വീൻ 0 to L. ഓക്കെ ആണല്ലോ? സോ അറ്റ് എക്സ് 0 വരുമ്പോൾ അവിടെ എന്തായിരിക്കും ഉള്ളത്? അവിടെ ഫോം ചെയ്തുള്ളൊരു നോഡായിരിക്കും അല്ലേ? ഇനി ടു ഒക്കർ നോഡ് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു L, നോഡ് എക്സ് L ആവുന്ന പൊസിഷനിൽ വരണമെങ്കിൽ അതെന്ത് സാറ്റിസ്ഫൈ ചെയ്യണം? ഇറ്റ് മസ്റ്റ് സാറ്റിസ്ഫൈ L ഇസ് ഈക്വൽ ടു n ഇൻറ്റു ലാംഡ ബൈ 2. ഓക്കെ, ഇനി നമുക്കിവിടെ അറിയാവുന്നൊരു പ്രധാന കാര്യം എന്ന് പറയുന്നത് എന്താണ്? സൈൻ കെ എക്സ് ഇസ് ഈക്വൽ ടു n ലാംഡ ബൈ 2 എന്നാണ് അല്ലേ? സോ അതുകൊണ്ട് തന്നെ വേവ് ലെങ്ത് എന്തായിട്ട് മാറും? വേവ് ലെങ്ത്
ലാംഡ വിൽ ബി ഈക്വൽ ടു, ലാംഡയ്ക്ക് നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട്, ഇതിനെ നമുക്കൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതിയല്ലോ. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ലാംഡ എന്തായിട്ട് മാറും, വി വിൽ ഗെറ്റ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2l/n എന്ന് കിട്ടും, 2l/n. ഓക്കെ, ഇനി അതിൻ്റെ ഫ്രീക്വൻസി ന്യൂ എന്ന് പറയുന്നത് നമുക്കറിയാം v is equal to ന്യൂ ലാംഡ. അതുകൊണ്ട് തന്നെ ന്യൂ എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ബൈ വേവ് ലെങ്ത് ആണ്. ഇനി വെലോസിറ്റീനെ n ഇൻറ്റു വി എന്നെടുത്തു, കാരണം ഇവിടെ ലാംഡയ്ക്ക് 2l/n എന്നുണ്ട്. ആ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്തായിട്ട് മാറും, ഇറ്റ് ബിക്കംസ് n/2l. അങ്ങനെയാണ് നമുക്കിവിടെ ഇക്വേഷൻ വരുന്നത്. മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പോൾ ഫ്രീക്വൻസിക്ക് എന്ത് കിട്ടും, ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ n ഇൻറ്റു വി ഡിവൈഡ് ബൈ 2l എന്ന് വരും. വേർ n എന്ന് പറയുന്നത് 1, 2, 3 എക്സെട്ര പോസിറ്റീവ് ആയിട്ടുള്ള നമ്പേഴ്സ് ആണ്. സോ ദ ഫ്രീക്വൻസി ഓഫ് ദ വൈബ്രേഷൻ ഓഫ് എ സ്ട്രെച്ചഡ് സ്ട്രിങ്, ഒരു സ്ട്രെച്ചഡ് സ്ട്രിങ്ങിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് എന്താണ്, അതിൻ്റെ ലെങ്ത് L ആണെങ്കിൽ ഇറ്റ് ഈസ് ഈക്വൽ ടു ന്യൂ ഇസ് ഈക്വൽ ടു എന്താണ്, n ഇൻറ്റു വി ബൈ 2l. n എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് നമ്പേഴ്സ് ആണ്, v is the velocity and l is the length of the string. ക്ലിയർ ആവുന്നുണ്ടല്ലോ. അപ്പോൾ n-ന്റെ വാല്യൂസ് നിങ്ങൾ മറന്നു പോകരുത് കേട്ടോ, ഏത് വാല്യൂ വേണമെങ്കിലും ആവാം. സോ ദാറ്റ്സ് അബൌട്ട് വാട്ട്, നമ്മൾ എന്താ കണ്ടേ, യെസ്, ഒരു സ്ട്രിങ്ങിൻ്റെ, സ്ട്രെച്ചഡ് സ്ട്രിങ്ങിൻ്റെ സ്റ്റാൻഡിങ് വേവ്സിനെ കുറിച്ചിട്ടാണ് കണ്ടത് അല്ലേ. ഇനി നിങ്ങൾ മോഡ്സ് ഓഫ് വൈബ്രേഷൻ അല്ലെങ്കിൽ നാച്ചുറൽ ഫ്രീക്വൻസി, ഹാർമോണിക്സ് എന്നുള്ള വാക്കൊക്കെ കേട്ട് കാണും അല്ലേ. അതെന്താണെന്നൊന്ന് കണ്ടാലോ. എന്താണ് ഹാർമോണിക്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പരീക്ഷയ്ക്ക് ഫസ്റ്റ് ഹാർമോണിക്സ് എന്നൊക്കെ പറഞ്ഞ് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ എന്താണ് ഹാർമോണിക്സ് എന്ന് ആദ്യം അറിയണം അല്ലേ. നമുക്കൊന്ന് നോക്കാം. ഇപ്പം നമ്മൾ കണ്ടതുപോലെ this set of frequencies at which the string can vibrate. ഇപ്പം നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ ആ ഒരു സെറ്റ് ഓഫ് ഫ്രീക്വൻസീസിൽ സ്ട്രിങ്ങിന് വൈബ്രേറ്റ് ചെയ്യാൻ സാധിക്കും. അതിനെയാണ് നാച്ചുറൽ ഫ്രീക്വൻസീസ് ഓർ മോഡ് ഓഫ് വൈബ്രേഷൻസ് എന്ന് പറയുന്നത്. നമ്മൾ അതിൻ്റെ ഇക്വേഷൻ എന്താ കണ്ടത്, ന്യൂ ഇസ് ഈക്വൽ ടു NV/2l എന്നാണ് അല്ലേ. അപ്പോൾ അത് നിങ്ങൾ എക്സാമിന് എഴുതണം കേട്ടോ. എന്താണ് എഴുതേണ്ടത്, ന്യൂ ഫ്രീക്വൻസി ന്യൂ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഈക്വൽ ടു NV/2l. ഓക്കെ, സോ ദിസ് സെറ്റ് ഓഫ് ഫ്രീക്വൻസീസ്, ഇവിടെ n എന്ന് പറയുമ്പോൾ പോസിറ്റീവ് വാല്യൂസ് ആണ് നമ്മൾ പറഞ്ഞു, 1, 2, 3 അങ്ങനെ പോകുമെന്ന് പറഞ്ഞു അല്ലേ. സോ ഈ ഒരു സെറ്റ് ഓഫ് ഫ്രീക്വൻസീസിൽ സ്ട്രിങ്ങിന് വൈബ്രേറ്റ് ചെയ്യാൻ പറ്റുമ്പോൾ അത് നാച്ചുറൽ ഫ്രീക്വൻസി ആണ്, അല്ലെങ്കിൽ മോഡ് ഓഫ് വൈബ്രേഷൻ ആണെന്ന് പറയാം, ഹാർമോണിക്സ് ആണെന്ന് പറയാം. ഓക്കെ ആണല്ലോ. So the above equation shows that the modes of vibration അഥവാ natural frequency of a string, they are the integral multiple of the lowest frequency. ഒരു ലോവസ്റ്റ് ഫ്രീക്വൻസിയുടെ ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾസ് ആണ്. അതുകൊണ്ടാണല്ലോ നമ്മൾ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അതിൻ്റെ മറ്റൊരു മൾട്ടിപ്പിൾ കിട്ടും, 3 വെച്ച് എടുക്കുമ്പോൾ അടുത്ത മൾട്ടിപ്പിൾ കിട്ടും. അങ്ങനെ ഒരു ലോവർ ഫ്രീക്വൻസിയുടെ എന്താണ് ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾസ് ആണ് നമുക്കതിന് കിട്ടാൻ പോകുന്നത്. സോ n ഇസ് ഈക്വൽ ടു, ഈ ഒരു ഇക്വേഷൻ നമുക്ക് n എന്താണെന്ന് പറയാം, n ഇസ് ഈക്വൽ ടു v/2l അല്ലേ. വേർ ഫോർ n ഇസ് ഈക്വൽ ടു 1. മനസ്സിലായോ? യെസ്. ഇനി നമ്മൾക്ക് പരീക്ഷയ്ക്ക് വരുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ കാണാം. എന്താണ് ഫസ്റ്റ് ഹാർമോണിക്സ്? എന്താണ് ഫസ്റ്റ് ഹാർമോണിക്സ്? അഥവാ അതിന് മറ്റൊരു പേരും കൂടി ഉണ്ട്, ഫണ്ടമെന്റൽ മോഡ്. ഓക്കെ, ഫണ്ടമെന്റൽ മോഡും അതുപോലെ ഫസ്റ്റ് ഹാർമോണിക്സും ഒന്ന് തന്നെയാണ്. അതെന്താണെന്ന് കാണണ്ടേ. സോ ഫസ്റ്റ് ഹാർമോണിക്സിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഓർക്കേണ്ട കാര്യം, ഇവിടെ n എന്ന് പറയുന്നത് എന്തായിരിക്കും, 1 ആയിരിക്കും. n 1 ആണെങ്കിൽ വാട്ട് വിൽ ബി ദ വാല്യൂ ഫോർ ഫ്രീക്വൻസി? എന്തായിരിക്കും ന്യൂ 1 എന്ന് പറയുന്നത്? യെസ്, ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ ബി v/2l അല്ലേ. v/2l where v is the velocity, l is the length. സോ ഇവിടെ നമുക്ക് എന്താണ്, ദിസ് ഇസ് ദ ലോവസ്റ്റ് ഫ്രീക്വൻസി വിത്ത് വിച്ച് ദ സ്ട്രിങ് വൈബ്രേറ്റ്. ഒരു സ്ട്രിങ്ങിന് വൈബ്രേറ്റ് ചെയ്യാൻ സാധിക്കുന്ന ലോവസ്റ്റ് ഫ്രീക്വൻസിയാണ് എന്തെന്ന് പറയുന്നത്, ന്യൂ 1 എന്ന് പറയുന്നത്. അതിൻ്റെ വാല്യൂ ഇറ്റ് ഇസ് ഈക്വൽ ടു v/2l. ഓക്കെ, സോ ഇതിന് നമ്മൾ പറയുന്ന പേരാണ് എന്ത്, ഫണ്ടമെന്റൽ മോഡ് അഥവാ ഫസ്റ്റ് ഹാർമോണിക് ഓഫ് വൈബ്രേഷൻ. ഇനി ഇതിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ നിങ്ങൾ പരീക്ഷയ്ക്ക് പഠിക്കണം കേട്ടോ, അത് ചിലപ്പോൾ ചോദിക്കാറുണ്ട്. അതിലേക്ക് വരുന്നതിന് മുൻപ് ലെറ്റ്സ് ഹാവ് എ ലുക്ക് അറ്റ് ദ റിലേഷൻ. എന്താണ് ഇവിടെ നമുക്കൊരു റിലേഷൻ അറിയണം, അതായത് റിലേഷൻ ബിറ്റ്വീൻ I ആൻഡ് L ഫോർ ദ ഫസ്റ്റ് ഹാർമോണിക്സ്. നമുക്കൊന്ന് നോക്കാം.
നമുക്കറിയാവുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് മിസ് ആദ്യം പറയാൻ പോകുന്നത് കേട്ടോ. അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പോകുന്നൊരു പ്രധാനപ്പെട്ട പോയിൻ്റാണ്. അതായത് ഫ്രീക്വൻസി ന്യൂ വൺ എന്ന് പറഞ്ഞാൽ എന്താണ് ഇത് നിങ്ങൾക്ക് അറിയാമല്ലോ, നമ്മളിപ്പോൾ കണ്ടതല്ലേ, വെലോസിറ്റി ബൈ 2L ആണെന്നുള്ളത്. ഇനി നമുക്ക് ഓൾറെഡി വിയുടെ വാല്യൂ നമുക്കറിയാം, v = n1 × i1 അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിതിനെ ഒന്ന് ഇക്വേറ്റ് ചെയ്താലോ. ഇക്വേറ്റ് ചെയ്യുമ്പോൾ അതായത് ഈ വിയുടെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഇവിടെ ഇക്വേറ്റ് ചെയ്യണം ഈ ഒരു വെലോസിറ്റിയുടെ വാല്യൂ. അങ്ങനെ ആവുമ്പോൾ വെലോസിറ്റി എന്തായിട്ട് മാറും? വെലോസിറ്റിയുടെ സ്ഥാനത്ത് ഒരു ചെറിയൊരു റീപ്ലേസ്മെൻറ്റ് വരുന്നുണ്ട് അല്ലേ. എന്താ വരുന്നത് നോക്കിക്കേ, നിങ്ങൾക്കിവിടെ വ്യക്തമായിട്ട് കാണാമല്ലോ. എന്താ മനസ്സിലാക്കേണ്ടത്? ഇവിടെ വ്യത്യാസം വരുന്നതെന്ന് പറയുന്നത് λ1 v1 / 2L എന്ന് വരും. മനസ്സിലാവുന്നുണ്ടോ? യെസ്. അപ്പോൾ L എന്തായിട്ട് മാറി? L becomes λ1/2. So what is the general equation? ഇവിടെ ജനറൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ L is equal to n × λ/2. ഇതാണ് നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് കേട്ടോ. L is equal to n × λ/2 എന്നുള്ള ഇക്വേഷൻ. L is equal to n × λ/2. ഈ ഒരു ഇക്വേഷനാണ് നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യം. ഓക്കെ, അങ്ങനെ വരുമ്പോൾ എന്തായിട്ട് മാറും? The string will vibrate in a single segment as shown in the figure. അതായത് ഒരു നോഡും ആൻറ്റി നോഡും ഫോം ചെയ്യുന്ന ഒരു ഫസ്റ്റ് ഹാർമോണിക്സിൻ്റെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ നമ്മളിവിടെ കാണുന്നത് അല്ലേ. യെസ്, ഇവിടെ നിങ്ങൾക്ക് ആൻറ്റി നോഡ് കാണാം. ഈ ഒരു കംപ്ലീറ്റ് ഈ ഒരു ഏരിയ നമ്മൾ ആൻറ്റി നോഡ് എന്നാണ് പറയുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നോഡ് എന്തായിരിക്കും? അത് വന്ന് മീറ്റ് ചെയ്യുന്ന ആ ഒരു പോയിന്റിൽ ദിസ് ഇസ് ദാറ്റ് ഇസ് ദ നോഡ്. ഓക്കെ, ഇവിടെ L എന്താ നോക്കിക്കേ, L is λ1/2 അല്ലേ. ദാറ്റ് മീൻസ് ഈ ഒരു ഫസ്റ്റ് ഹാർമോണിക്സ് എന്ന് പറയുമ്പോൾ ഈ ഒരു ഫുള്ള് നോഡ് ആൻഡ് ആൻറ്റിനോട് കംപ്ലീറ്റ് ചെയ്യുന്ന അത്രയും ആ ലെങ്ത് അല്ലേ, അതിനെ നമ്മൾ എന്ത് ഉദ്ദേശിക്കുന്നത്? λ1/2 എന്നുള്ളത് കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ക്ലിയർ ആണല്ലോ എല്ലാവർക്കും? ദിസ് ഇസ് ദ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ. അപ്പോൾ ഫസ്റ്റ് ഹാർമോണിക്സ് കഴിഞ്ഞല്ലോ. ഇനി നമ്മൾ എന്താ കാണാൻ പോകുന്നത്? അടുത്ത ഹാർമോണിക്സ്. യെസ്, സെക്കൻഡ് ഹാർമോണിക്സ് എന്താണെന്നാണ്. സോ സെക്കൻഡ് ഹാർമോണിക്സിന് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ പറയുന്നതിന് മുൻപ് അതിനെക്കുറിച്ചുള്ള തിയറി നമുക്ക് അറിയണ്ടേ. അവിടെ എന്നിൻ്റെ വാല്യൂ എന്താ? 2 ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഫ്രീക്വൻസി എന്ന് പറയുന്ന ν2 എന്താ? 2v/2L. അപ്പോൾ ജനറൽ ഇക്വേഷൻ കിട്ടിയല്ലോ. v/L എന്ന് വരും അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് വേണ്ട റിലേഷൻ നമുക്കൊന്ന് എടുക്കാമല്ലോ. നമുക്ക് റിലേഷൻ കിട്ടണം. റിലേഷൻ ബിറ്റ്വീൻ I ആൻഡ് L ഫോർ സെക്കൻഡ് ഹാർമോണിക്സ് അല്ലേ. I സ്മോൾ ലെറ്റർ അല്ല, ക്യാപിറ്റൽ ലെറ്റർ I ആണ്. I ആൻഡ് L ഫോർ സെക്കൻഡ് ഹാർമോണിക്സ് എന്തായിരിക്കും? L is equal to λ2/2. 2 and 2 will get cancel. അപ്പോൾ നമുക്കിവിടെ കിട്ടുന്ന റിലേഷൻ എന്താണ്? L is equal to λ2 എന്നാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ നോക്കിക്കേ. ഇതിൻ്റെ ഗ്രാഫ് എങ്ങനെ വന്നു? യെസ്, ഇവിടെ സെക്കൻഡ് ഹാർമോണിക്സിൽ നിങ്ങൾക്ക് രണ്ട് ആൻറ്റി നോഡ്സ് കാണാം ആൻഡ് എ നോഡ് അറ്റ് ദ സെൻറ്റർ. ബിക്കോസ് നമ്മൾ നേരത്തെ കണ്ട ഏരിയയുടെ ഹാഫിലാണ് എന്ത് ചെയ്യുന്നത്? ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ L എന്ന് പറയുന്നത് λ2 ആണ്. ഓക്കെ, സോ യു ക്യാൻ സി ആൻറ്റി നോഡ് ഫോളോഡ് ബൈ എ നോഡ്, ദെൻ എഗെയിൻ ആൻ ആൻറ്റി നോഡ്. മനസ്സിലാവുന്നുണ്ടോ? ദിസ് ഇസ് സെക്കൻഡ് ഹാർമോണിക്സ്. ഇനി നമ്മൾ എന്താ കാണാൻ പോകുന്നത്? തേർഡ് ഹാർമോണിക്സ് അല്ലേ. ഈ ഫസ്റ്റ്, സെക്കൻഡ് ആൻഡ് തേർഡ് ഹാർമോണിക്സ് 3 എക്സാമിന് വരാൻ ചാൻസ് ഉള്ളതാണ്. അതുകൊണ്ട് നിങ്ങളിത് വരയ്ക്കാനും കൂടെ പഠിക്കണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു എക്സ്പ്ലനേഷനിലേക്ക് വരുമ്പോൾ നമുക്കറിയാം ഇനി അല്ലേ, ഇനി നമുക്ക് പഠിക്കേണ്ട ആവശ്യമില്ലല്ലോ. N3 ആയിരിക്കും. അതുകൊണ്ട് തന്നെ തേർഡ് ഹാർമോണിക്സ് എന്ന് പേര് വന്നു. ഇവിടെ മാക്സിമം എന്താണ്? ദ കളക്ഷൻ ഓഫ് ഓൾ പോസിബിൾ മോഡ് ഇസ് കോൾഡ് ഹാർമോണിക് സീരീസ്. ഇതിന് ഇങ്ങനെ ഒരു ഹാർമോണിക് സീരീസ് പോയിക്കൊണ്ടിരിക്കും, ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് എന്ന് പറഞ്ഞുകൊണ്ട്. സോ ആ നമ്പർ N ആണ്. അപ്പോൾ N നമ്പർ വന്നു കഴിഞ്ഞാൽ ആ ഹാർമോണിക് നമ്പർ തേർഡ് ഹാർമോണിക്സ് അല്ലെങ്കിൽ 5th ഹാർമോണിക് എന്ന് നമുക്ക് പേര് വിളിക്കാം. അപ്പോൾ തേർഡ് ഹാർമോണിക് പ്രത്യേകം നിങ്ങൾ നോക്കിക്കേ. അവിടെ നിങ്ങൾക്ക് 3 എന്താണ് നോഡ്സ് ആൻറ്റി നോഡ്സിൻ്റെ ഒരു കോമ്പിനേഷനാണ് വരുന്നത്. അപ്പോൾ സോ ആൻറ്റി നോഡ്, ദെൻ എ നോഡ്, എഗെയിൻ സെക്കൻഡ് ആൻറ്റി നോഡ് ആൻഡ് നോഡ് followed by the third antinode. So third harmonics 3 antinodes നമുക്ക് അവിടെ വിസിബിൾ ആയിട്ട് കാണാൻ പറ്റും. സോ L will be, ആ ലെങ്ത് എന്ന് പറയുമ്പോൾ എന്താ നോക്കിക്കേ, 3λ3/2 വരാൻ പോകുന്നത്. 3λ3/2. ഇത്രയും കാര്യങ്ങൾ ഓർക്കണം. ഇതിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളതാണ്. അത്രയും മനസ്സിലായല്ലോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോവാം.
ഇനി നമ്മൾ കാണാൻ പോകുന്നത് എന്താണ്? ഇറ്റ് ഈസ് അബൌട്ട് ദ വൈബ്രേഷണൽ മോഡ്സ് ഓഫ് ആൻ എയർ കോളം. അപ്പോൾ നമ്മൾ സ്റ്റാൻഡിങ് നോട്ട്സിന്റെ ടോപ്പിക്സിൽ വന്ന പ്രധാന കാര്യങ്ങൾ കണ്ടു. അതിൻ്റെ അടുത്ത സെക്ഷനാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. ഇറ്റ് ഈസ് അബൌട്ട് വൈബ്രേഷണൽ മോഡ്സ് ഓഫ് ആൻ എയർ കോളം. ഇതിൽ നിന്ന് നിങ്ങൾക്ക് എക്സാമിന് എന്താണ് ഒരു 5 മാർക്ക് ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. അപ്പോൾ നമുക്ക് അതിലേക്ക് വരുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പറയാൻ പോകുന്നത്. ആദ്യം നമ്മൾ പറയുന്നത് ക്ലോസ്ഡ് ട്യൂബിനെ കുറിച്ചിട്ടാണ്. ഒരു ക്ലോസ്ഡ് ട്യൂബിൽ അതിൻ്റെ ഒരെൻഡ് ആസ് ദ നെയിം സജസ്റ്റ് ഇറ്റ് വിൽ ബി ക്ലോസ്ഡ്. ക്ലോസ്ഡ് ട്യൂബ് നമ്മൾ ഒരു വശം ക്ലോസ്ഡ് ആണല്ലോ. ഇനി മറ്റേ എൻഡ് എങ്ങനെയാണ്? ഓപ്പൺ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ദ എയർ കോളം ഇൻ എ ഗ്ലാസ് ട്യൂബ് പാർഷ്യലി ഫിൽഡ് വിത്ത് വാട്ടർ. ഒരു എയർ കോളം ഗ്ലാസ് ട്യൂബ് ഉണ്ട്, അതിൻ്റെ ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? കുറച്ച് വെള്ളം നിറക്കുന്നു. സോ ദാറ്റ് ഈസ് എൻ എക്സാമ്പിൾ ഫോർ എ ക്ലോസ്ഡ് സിസ്റ്റം. അപ്പോൾ ക്ലോസ്ഡ് ട്യൂബ് ഒരു ക്ലോസ്ഡ് സിസ്റ്റത്തിൻ്റെ എക്സാമ്പിൾ നമ്മൾ കണ്ടു അല്ലേ. ഇനി അതിൻ്റെ വൈബ്രേഷൻ മോഡ്സാണ് നമ്മൾ പറയാൻ പോകുന്നത്. എയർ കോളം ഇൻ എ ട്യൂബ് ക്യാൻ ബി സെറ്റ് ഇൻ ടു വൈബ്രേഷൻസ്. എങ്ങനെയാണ് വൈബ്രേഷൻ സെറ്റ് ചെയ്യുന്നത്? വിത്ത് ദ ഹെൽപ്പ് ഓഫ് എയർ എക്സൈറ്റഡ് ബൈ ട്യൂണിംഗ് ഫോർക്ക് അല്ലേ. ട്യൂണിംഗ് ഫോർക്ക് അടിച്ച് വെച്ച് കഴിയുമ്പോൾ എന്തൊരു വൈബ്രേഷൻസ് ക്രിയേറ്റ് ചെയ്യപ്പെടും. സോ ദ ലോഞ്ചിറ്റ്യൂഡൽ വേവ്സ് ദസ് ജനറേറ്റഡ്. അവിടെ ഉണ്ടാകുന്ന വേവ്സ് എന്ത് തരത്തിലുള്ള വേവ്സാ? ലോഞ്ചിറ്റ്യൂഡൽ വേവ്സ് ആണ് അല്ലേ. സോ ഇറ്റ് വിൽ ബി ജനറേറ്റഡ് ആൻഡ് ഇറ്റ് ഈസ് റിഫ്ലക്റ്റഡ് അറ്റ് ദ ക്ലോസ്ഡ് എൻഡ്. ക്ലോസ്ഡ് എൻഡ് റിഫ്ലക്റ്റ് ചെയ്യപ്പെടും. ആൻഡ് അവിടെ എന്ത് ഫോം ചെയ്യും? അവിടെ ഒരു നോഡ് ഫോം ചെയ്യും. മനസ്സിലായോ? അപ്പോൾ നമ്മൾ കണ്ടത് എന്താണ്? എങ്ങനെയാണ് ഒരു നോഡ് ഒരു ക്ലോസ്ഡ് ട്യൂബിൽ ഫോം ചെയ്തെന്ന് കണ്ടല്ലേ. നന്നായിട്ട് മനസ്സിലാക്കണം കേട്ടോ. ഇനി ദ റിഫ്ലക്റ്റഡ് ആൻഡ് ദ ഇൻസിഡന്റ് വേവ് ആർ ഔട്ട് ഓഫ് ദ ഫേസ് ആൻഡ് അറ്റ് ദ ക്ലോസ്ഡ് എൻഡ് ദേ സൂപ്പർ ഇമ്പോസ് ടു ഗീവ് എ മിനിമം ഡിസ്പ്ലേസ്മെന്റ്. ഒരു മിനിമം ഡിസ്പ്ലേസ്മെന്റ് മാത്രമാണ് സൂപ്പർ ഇമ്പോസ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്നത്. കാരണം എന്താണ്? റിഫ്ലക്റ്റഡും ഇൻസിഡന്റ് വേവ് എന്താ? ദേ ആർ ഔട്ട് ഓഫ് ദ ഫേസ്. ഓക്കെ. ഇനി അറ്റ് ദ ഓപ്പൺ എൻഡ് എന്ത് സംഭവിക്കും? ഓപ്പൺ എൻഡിൽ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ മാക്സിമം ആണ്. അതുകൊണ്ട് തന്നെ അവിടെ ഫോം ചെയ്യുന്ന നോഡാണ് ആന്റിനോഡാണോ? ഇറ്റ് വിൽ ബി എൻ ആന്റിനോഡ് അല്ലേ. മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് വരുമ്പോൾ നമുക്കറിയാം അത് ആന്റിനോഡാണ് ഫോം ചെയ്യുന്നത്. സോ അത് ഓപ്പൺ എൻഡിലായിരിക്കും ആന്റിനോഡ് ഫോം ചെയ്യുന്നത്. ഇനി അവിടെയുള്ള ലെങ്ത്, എയർ കോളത്തിന്റെ ലെങ്ത് L ആണെങ്കിൽ ആന്റിനോഡ് ഒക്കേഴ്സ് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു L. ഇത് ഓർത്തിരിക്കണം കേട്ടോ. എക്സ് L എന്ന് പറഞ്ഞ പോയിന്റിലായിരിക്കും എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന രീതിയിൽ ആന്റിനോഡ്സ് ഫോം ചെയ്യപ്പെടുന്നത്. Now we know the condition for antinode അല്ലേ. എന്താണ് കണ്ടീഷൻ ഫോർ ആന്റിനോഡ്? എക്സ് ഇസ് ഈക്വൽ ടു n പ്ലസ് ഹാഫ് ഇൻറ്റു ലാംഡ ബൈ 2. അവിടെ L എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്? n പ്ലസ് ഹാഫ് ലാംഡ ബൈ 2 ആണ്. ആൻഡ് എന്നിൻ്റെ വാല്യൂസ് 0 മുതൽ 1 to ഏത് നമ്പർ വേണമെങ്കിലും ആവാം. സോ വാട്ട് വിൽ ബി ദ ഇക്വേഷൻ ഫോർ വേവ് ലെങ്ത്? വേവ് ലെങ്ത് ലാംഡ എന്ന് പറയുന്നത് എന്തായിരിക്കും കാണിക്കുന്നത്? ഇറ്റ് വിൽ ബി ലാംഡ ഇസ് ഈക്വൽ ടു 2L ഡിവൈഡഡ് ബൈ n പ്ലസ് ഹാഫ് എന്നാ വരാൻ പോകുന്നത്. ഇനി ഇവിടെ എന്നിൻ്റെ വാല്യൂസ് എന്തൊക്കെയാ? 0 തൊട്ട് ഏത് വാല്യൂ വേണമെങ്കിലും ആവാം അല്ലേ. 0, 1, 2, 3 ഏത് വേണമെങ്കിലും ആവാം. ഇനി ഫ്രീക്വൻസി അപ്പം എന്തായിരിക്കും? ഫ്രീക്വൻസി ന്യൂ എന്ന് പറഞ്ഞിട്ട് വിൽ ബി n പ്ലസ് ഹാഫ് ഇൻറ്റു വി ഡിവൈഡ് ബൈ 2L. അവിടെയും എന്നിൻ്റെ വാല്യൂ 0 മുതൽ പോസിറ്റീവായ ഏത് വാല്യൂസ് വേണമെങ്കിലും ആവാം. സോ ഫ്രം ദിസ് ഇക്വേഷൻ നമുക്ക് എന്താ മനസ്സിലായത്? ദ എയർ കോളം കെൻ വൈബ്രേറ്റ് വിത്ത് ഡിഫറെൻറ്റ് മോഡ്സ് അല്ലേ. ഡിഫറെൻറ്റ് ഫ്രീക്വൻസീസിൽ എന്ത് ചെയ്യാൻ സാധിക്കും? ഈ എയർ കോളത്തിന് വൈബ്രേറ്റ് ചെയ്യാൻ സാധിക്കും. അത് നോർമൽ മോഡ്സ് എന്നോ അല്ലെങ്കിൽ ഹാർമോണിക്സ് എന്നോ നമുക്ക് എന്ത് ചെയ്യാം? വിളിക്കാം. ഡിഫറെൻറ്റ് മോഡ്സിൽ അതിന് എന്ത് ചെയ്യാൻ സാധിക്കുന്നുണ്ട്? വൈബ്രേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ക്ലിയർ ആണല്ലോ അല്ലേ? ഈ ഇക്വേഷൻ പഠിക്കണം കേട്ടോ. ഇനി നമ്മൾ കാണുന്നത് എന്താണ്? ഫണ്ടമെന്റൽ മോഡ് ഓർ ദ ഫസ്റ്റ് ഹാർമോണിക്. എഗെയിൻ നമ്മൾ കാണാൻ പോവാണ്. നമുക്കറിയാം ഫണ്ടമെന്റൽ മോഡ് എന്ന് പറയുമ്പോൾ n എന്തായിരിക്കണം? 0 ആയിരിക്കണം. അങ്ങനെ വരുമ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ദിസ് ഇൻ ഇക്വേഷൻ 2. അപ്പോൾ നമുക്ക് എന്താ കിട്ടാൻ പോകുന്നത്? നമുക്ക് ന്യൂ വണ്ണിൻ്റെ ഇക്വേഷൻ എന്തായിട്ട് വരും? ന്യൂ വൺ വിൽ ബി ഈക്വലന്റ് ടു വെലോസിറ്റി ബൈ 2L. ഇങ്ങനെ നമുക്ക് ഇക്വേഷൻ കിട്ടുന്നത്. ഫ്രീക്വൻസി 1 എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി ന്യൂ വൺ വിൽ ബി ഈക്വൽ ടു V by 4L. ഓക്കെ.
സോ ദാറ്റ് ഈസ് ദ ഫണ്ടമെന്റൽ ഫ്രീക്വൻസി. ഹയർ ഫ്രീക്വൻസീസ് അപ്പോൾ എന്തായിരിക്കും? ഹയർ ഫ്രീക്വൻസീസ് ആർ ദ ഓഡ് ഹാർമോണിക്സ് ഓഫ് ദ ഫണ്ടമെന്റൽ ഫ്രീക്വൻസി. അപ്പോൾ നമുക്ക് ആ ഹയർ ഫ്രീക്വൻസീസ് ഒന്ന് കാണണ്ടേ? ഇതൊക്കെയാണ് ഹയർ ഫ്രീക്വൻസീസ് കേട്ടോ. ദീസ് ആർ ദ വാല്യൂസ് ഫോർ ഹയർ ഫ്രീക്വൻസീസ്. ഹയർ ഫ്രീക്വൻസീസ് എങ്ങനെയാണ് വരാൻ പോകുന്നത്? 3v/4l, 5v/4l, 7v/4l അങ്ങനെ ഓഡ് വാല്യൂസിൽ പോയിക്കൊണ്ടിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? സോ നമുക്ക് ഫസ്റ്റ് വാല്യൂ ആയിട്ട് നമുക്ക് ν1 കിട്ടിയത് എന്താ? ഇറ്റ് ഈസ് ഈക്വലൻ ടു v/4l എന്നാ അല്ലേ? ഇനി അതിൻ്റെ ഹയർ വാല്യൂസ് ആയിട്ട് വരുന്ന ഓഡ് വാല്യൂസ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ 3 × v/4l, 5 × v/4l, 7 × v/4l അങ്ങനെ ഓഡ് നമ്പേഴ്സ് വെച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഹയർ ഫ്രീക്വൻസീസ് നമുക്ക് എന്ത് ചെയ്യാം? കണ്ടുപിടിക്കാൻ പറ്റും. അത്രയും ക്ലിയർ അല്ലേ? അപ്പോൾ ഇനി നമുക്ക് ഓപ്പൺ ട്യൂബിൻ്റെ കാര്യം കണ്ടാലോ? യെസ്, ഓപ്പൺ ട്യൂബിൽ നമുക്കറിയാലോ രണ്ട് വശങ്ങളും രണ്ട് എൻഡുകളും എന്താണ്? ഓപ്പൺ ആണ്. അതുകൊണ്ട് തന്നെ അറ്റ് ബോത്ത് ദ എൻഡ്സ് എന്ത് ഫോം ചെയ്യും? അവിടെ ആൻറ്റി നോഡ്സ് ഫോം ചെയ്യും അല്ലേ? രണ്ട് എൻഡിൽ നമുക്ക് എന്ത് കാണാൻ സാധിക്കും? ആൻറ്റി നോഡ്സ് കാണാൻ സാധിക്കും. ശരിയാണല്ലോ? യെസ്. സോ ദ കണ്ടീഷൻ ടു ഗെറ്റ് ആൻറ്റി നോഡ് കിട്ടാനുള്ള കണ്ടീഷൻ എന്താ? x is equal to n × λ/2 എന്നാണ് അല്ലേ? സോ L എന്ന് പറയുമ്പോൾ നമുക്കറിയാം n × λ/2 where n is 1, 2, 3 etc. അപ്പോൾ നമുക്ക് ലാംഡ എന്തായിട്ട് മാറും? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ we will get lambda as 2l/n. ഇത് നിങ്ങൾ അറിയണം കേട്ടോ. ഓക്കെ, ഇനി ന്യൂ അഥവാ ഫ്രീക്വൻസി എന്തായിട്ട് മാറും? ഫ്രീക്വൻസിയുടെ വാല്യൂ എന്താണ്? ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ന്യൂ ആണ്. ഇറ്റ് ഇസ് ഈക്വലൻ ടു n × v/2l അല്ലേ? ഇത് നിങ്ങൾക്ക് അറിയാവുന്ന ഇക്വേഷൻ ആണല്ലോ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം ഫണ്ടമെന്റൽ ഫ്രീക്വൻസി എന്താണ്. വാട്ട് ഈസ് കോൾഡ് എ ഫണ്ടമെന്റൽ ഫ്രീക്വൻസി? സോ വി വിൽ ഗെറ്റ് ഫണ്ടമെന്റൽ ഫ്രീക്വൻസി ഇൻ ആൻ ഓപ്പൺ ട്യൂബ്. എപ്പോഴാ? നമ്മുടെ ഇക്വേഷനിൽ എന്നിൻ്റെ സ്ഥാനത്ത് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? 1 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഏത് ഇക്വേഷനിലാണ്? ഇൻ ദിസ് ഇക്വേഷൻ ന്യൂ ഇസ് ഈക്വൽ ടു nv/2l എന്നിൻ്റെ സ്ഥാനത്ത് 1 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഫ്രീക്വൻസി, ഫസ്റ്റ് ഫ്രീക്വൻസി കിട്ടും. ദാറ്റ് ഈസ് ഈക്വലൻ ടു v/2l. കാരണം n1 ആയി പോയില്ലേ? സോ v/2l എന്ന് കിട്ടും. സോ നമുക്കിവിടെ ഓപ്പൺ പൈപ്പിൽ all harmonics are generated whereas in closed pipe only odd harmonics are generated. എപ്പോഴും നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു പ്രധാന പോയിന്റ് ആണ് കേട്ടോ ഇത്. ഓപ്പൺ പൈപ്പിൽ എല്ലാ ഹാർമോണിക്സ് ഉണ്ടാവുന്നുണ്ട്, പക്ഷേ ക്ലോസ്ഡ് പൈപ്പിലാണെങ്കിലോ ഓഡ് ഹാർമോണിക്സ് മാത്രമേ ജനറേറ്റ് ആവുന്നുള്ളൂ. അത് മനസ്സിലായോ? അപ്പോൾ ഫണ്ടമെന്റൽ ഫ്രീക്വൻസി എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്നത് എന്താണ്? v/2l ആണ്. ഓക്കെ, നൗ n2 വരുമ്പോൾ അവിടെ ഫ്രീക്വൻസി എന്തായിരിക്കും? 2 × v/2l അല്ലേ? അപ്പോൾ നമുക്കിതിനെ സെക്കൻഡ് ഹാർമോണിക്സ് എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ n-ന് 3 കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? തേർഡ് ഹാർമോണിക്സ് കിട്ടും. അതായത് ν3 is equal to 3 × v/2l. അപ്പോൾ ഇവിടെ നമുക്ക് എന്താണ്? ν2 is equal to 2 × ν1, ν3 is equal to 3 × ν1. അങ്ങനെ നമുക്കൊരു ഇക്വേഷനാണ് വരാൻ പോകുന്നത്. അപ്പോൾ ബോത്ത് ഓഡ് ആൻഡ് ഈവൻ ഹാർമോണിക്സ് ആർ ജനറേറ്റഡ് അല്ലേ? അവിടെ ഓടും ഈവനും ആയിട്ടുള്ള എല്ലാ ഹാർമോണിക്സും ജനറേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. നേരത്തെ കണ്ടതുപോലെ ക്ലോസ് പൈപ്പിൽ കണ്ടതുപോലെ ഓഡ് ഹാർമോണിക്സ് മാത്രമല്ല എല്ലാ ഹാർമോണിക്സും ഫോം ചെയ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് രണ്ടാമത്തെ ഫ്രീക്വൻസിക്ക് 2 × ν1 എന്നും മൂന്നാമത്തെ ഫ്രീക്വൻസിക്ക് 3 × ν1 എന്നും നമുക്ക് വാല്യൂ കിട്ടുന്നത്. ഓക്കെ അല്ലേ? ഇത്രയും കൺസെപ്റ്റ് മനസ്സിലായോ? അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ പിക്ചറൈസേഷൻ ഇവിടെ കാണാം അല്ലേ? ഫണ്ടമെന്റൽ അഥവാ ഫസ്റ്റ് ഹാർമോണിക് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് വരുന്നതെന്ന് കണ്ടോ? ദിസ് ഇസ് ദ ഫസ്റ്റ് ഹാർമോണിക്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ആൻറ്റിനോഡ് കാണാം അല്ലേ? അപ്പോൾ ഒരു സൈഡ് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. ഇനി തേർഡ് ഹാർമോണിക് വരുമ്പോൾ എങ്ങനെയാണെന്ന് നോക്കിക്കേ. ദിസ് ഇസ് ദ റെപ്രസെൻറ്റേഷൻ ഫോർ എ തേർഡ് ഹാർമോണിക്. ഫിഫ്ത്ത് ഹാർമോണിക് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ഫോം ചെയ്യുന്നത്. അപ്പോൾ ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് മറ്റൊരു എക്സാമ്പിൾ കാണാം. സെവൻത്ത് ഹാർമോണിക് എങ്ങനെയാണ് വരുന്നത്? ദിസ് ഇസ് ദ സെവൻത്ത് ഹാർമോണിക്. Okay, and this one shows the 9th harmonic and the last one shows the 11th harmonic. അപ്പോൾ ജസ്റ്റ് അത് നിങ്ങളൊന്ന് മനസ്സിലാക്കണം കേട്ടോ. ഇത്രയും കാര്യങ്ങളാണ് നമ്മളിപ്പോൾ വൈബ്രേഷണൽ മോഡ്സ് ഓഫ് എൻ എയർ കോളം ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്ലോസ്ഡ് ആൻഡ് ഓപ്പൺ പൈപ്പിൽ നമ്മൾ പഠിക്കുന്നത്.